എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അവിടെ എഴുതി വെച്ച് കണ്ടില്ലേ ഇവിടുന്ന് വലിക്കരുതെന്ന്. ഞാൻ അതിനൊന്നും വലിക്കുന്നില്ലല്ലോ, ലേശം പുക അകത്തേക്ക് എടുക്കുന്നല്ലേ ഉള്ളൂ. പുക വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരാണ്. ആരോഗ്യത്തിന് മലിനീകരണോ? മലിനീകരണം അല്ല, ഹാനികരം. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്, നല്ലതല്ലാന്ന്. പിന്നെ പടക്കം പൊട്ടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. ഓരോരുത്തന്മാര് രാവിലെ തന്നെ ഇറങ്ങിക്കോളൂ. എത്ര വോട്ട്? ഞമ്മള് പാർട്ടി കഴിച്ചില്ല മോനെ. എന്നാ ശരി, ഒരു 500 രൂപയ്ക്ക് പടക്കെടുത്തോളി. ഇലക്ഷൻ ഒക്കെ അല്ലേ, ഞമ്മളെ പാർട്ടി ജയിക്കാൻ പോവാണ്. 500 രൂപയ്ക്ക് മതിയോ? എടാ രാമു, ഒരു 500 രൂപയ്ക്ക് പടക്കെടുത്തോ. എന്താടോ 1000 വോട്ടിന്റെ ലീഡോ? വർത്തനെ നാട്ടുകാർക്കൊക്കെ വർത്തായോ? 500 രൂപയ്ക്ക് പോലെ മോനെ 1500 രൂപയ്ക്ക് എടുത്ത പടക്കം. അമിട്ട് വേണോ, നല്ല അമിട്ട്. നിങ്ങളെ പാർട്ടിക്ക് ലീഡ് കൂടിയോ? എടാ ഗഫൂർക്കൊക്കെ ഒരു 1500 രൂപയ്ക്ക് എടുത്തോ. എന്താ ചെയ്യാ, ജനങ്ങളൊക്കെ എങ്ങനെ ആയാല്. ഹലോ, എന്ത് ഇന്റെ വതിരിങ്ങളെ? എന്തേ ഭൂരിപക്ഷം കുറഞ്ഞോ? അല്ലടോ, 3000 വോട്ടിന്റെ ലീഡുണ്ട്. ഞമ്മക്ക് കിട്ടേണ്ട സീറ്റായി മോനെ. തോക്കൂന്ന് കരുതിയിട്ട് ഞമ്മളാ സുക്കൂറിന്റെ തലയെ കെട്ടിവെച്ചതാ. അപ്പൊ ഒരു 5000 രൂപയ്ക്ക് പടക്കം എടുക്കട്ടെ. എടുത്ത മോനെ എടുക്ക്. എന്നിട്ട് 10000 രൂപന്റെ ബില്ലും കൊണ്ടുവാ. പാർട്ടി ഓഫീസ് കൊടുത്ത് വാങ്ങാനുള്ളത് കണക്കൊക്കെ കൃത്യമാക്കണം മോനെ. അത് ഞമ്മക്ക് നിർബന്ധാണ്. അതൊക്കെ ഞാൻ ഏറ്റു. എന്തായാലും നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകല്ലേ, ചെലവ് ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്യാടോ. ഈ ആദ്യം ഇതൊന്ന് പൊതിഞ്ഞെട്ടി കൊണ്ടുവാണ്. എടാ രാമു, 5000 രൂപയ്ക്ക് പടക്കെടുക്ക് വേഗം. പറച്ചോനെ, പിന്നെയും ഭൂരിപക്ഷം കൂടി ഉണ്ടാവും. ഒരു 10000 രൂപയൊക്കെ എടുത്തോളി. അത് കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാം. ഹലോ, എന്ത് എന്ത് ഞമ്മള് തോറ്റോ? ഞമ്മള് പാർട്ടി തോറ്റിരുന്നോ? ഈ ശരിക്ക് നോക്കിട്ട് എന്നാ സൈത്താനെ പറയണ്? പറച്ചോനെ, 5000 വോട്ടിന് തോറ്റിരുന്നോ? പോയി മോനെ, പോയി. എടാ രാമു, പടക്കം അവിടെ തന്നെ വെച്ചോ. ഗഫൂർ ഖാന്റെ പാർട്ടി തോറ്റുപോലു. പടക്കം അവിടെ തന്നെ വെക്കാൻ ഞമ്മള് പറഞ്ഞോ? എടുക്കടാ 10000 രൂപന്റെ പടക്കം. അല്ല ഗഫൂർ ഖാ, നിങ്ങളെ പാർട്ടി തോറ്റില്ലേ, പിന്നെ എന്തിനാ പടക്കം? പാർട്ടി മാറാനാണ്ടോ ഇത്ര വലിയ പണി? നമ്മൾ ജയിക്കുന്നവന്റെ ഒപ്പരാണ് ഈ പടക്കെടുക്കടാ.